നമസ്കാരം. നമസ്കാരം. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 20 ദിവസം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത മാസം 9-ാം തീയതിയാണ് ഇലക്ഷൻ. ഇന്നിപ്പോൾ 20-ാം തീയതി. ഇനി 20 ദിവസം കൊണ്ട് എന്തൊക്കെ അഭ്യാസങ്ങൾ ആരൊക്കെ കാണിക്കുന്നു നമ്മൾ കണ്ടറിയാനെ കാണണം. ഇന്ന് കണ്ട നാടകങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ തന്നെ സ്തംഭിച്ചു പോവുകയാണ്. അധികാരത്തിനും ഒരു സീറ്റിനും വേണ്ടി ഏതറ്റം വരെയും എം പിമാർ പോലും രംഗത്തിറങ്ങും. കാരണം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഇവിടെ നിന്ന് ജയിപ്പിച്ചെടുത്ത് എം പിമാരാക്കി. അടുത്ത തലമുറയ്ക്ക് മാറിക്കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഒന്നും ഇവർക്കില്ല. അവർ തന്നെ എം എൽ എ ആവണം, എം പി ആവണം, അവർ തന്നെ മന്ത്രിയാവണം, അവർ തന്നെ എല്ലാം ആവണം എന്ന് പറയുന്ന സമീപനം ഒരു പ്രസ്ഥാനത്തിനും ചേർന്നതല്ല. ആ രൂപത്തിൽ തന്നെ നമ്മൾ നിന്നുകൊണ്ട് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം 2020 എന്ന് പറയുന്ന സംഘടന. രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ജനസേവനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും കൂടില്ല എന്ന് പറഞ്ഞ സാബു ജേക്കബ് ഇന്ന് BJPയുടെ തടവറയിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ തടവറയല്ല, BJPയെ എറണാകുളത്തും ചുറ്റുവട്ടം വിഴുങ്ങിയിരിക്കുകയാണ് 2020. എന്താണ് താങ്കൾ ഈ പ്രദേശത്താണ് ജീവിക്കുന്നത്? ഇതിലിപ്പോഴത്തെ കേരളത്തിലല്ലല്ലോ, ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്. രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. നാളെ പിണറായി വിജയൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ധർമ്മടത്ത് മത്സരിക്കുക, അല്ലെ VD സതീശൻ BJP-ക്കാരനായി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധി. എങ്ങനെയാണല്ലോ മറ്റേ പിണറായി വിജയൻ പറവൂരും VD സതീശൻ പരസ്പരം മാറി മത്സരിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. UDF-ൻ്റെയും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ചെറുതായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞങ്ങൾ ഇതിലൊന്നും ബന്ധപ്പെട്ടവരല്ല, അഴിമതി ഞങ്ങൾക്കില്ല, അധികാരമോഹം ഞങ്ങൾക്കില്ല എന്നാണ് 2020 8-10 വർഷമായിട്ട് കേരളത്തിൽ ഇവിടെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കുന്നത്താട് കേന്ദ്രീകരിച്ച് ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പഞ്ചായത്ത് ലെവലിലും മുനിസിപ്പൽ ലെവലിലൊക്കെ അവർക്ക് വാർഡ് ലെവലിലും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ തന്നെ അധികാരം പിടിക്കാം എന്നൊരു നേരിയ പ്രതീക്ഷ അല്ലെ സ്വപ്നം ഇവർ വളർത്തിയെടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ BJP എന്ന് പറയുന്ന സാധനം എറണാകുളം ജില്ലയിൽ തൊടുന്ന തൃപ്പൂണിത്തുറ വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓരോ വർഷം തൊട്ട് പുറകോട്ട് പോവാണ്. തൃപ്പൂണിത്തുറ അവർ നല്ല കയറ്റമാണ്, നല്ല കയറ്റം. തൃപ്പൂണിത്തുറ ഒഴികെ മാത്രമല്ല തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യം കാണണ്ട. പക്ഷെ അതിന് പകരം ആ ഇതിൻ്റെ പേരിൽ വീണ്ടും തൃപ്പൂണിത്തുറ സീറ്റുകളും 2020 കൊടുത്തു BJP. അതല്ല, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട ഒരു പരിപാടിയായി പോയി 2020 ആയിട്ടുള്ളതെന്നാണ് എന്നോട് അവരുടെ പ്രവർത്തകന്മാർ എന്നോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ വികാരം ഒന്ന് നാട്ടിൽ അറിയിക്കണം, ഞങ്ങൾക്ക് അറിയിക്കാൻ നേതാക്കന്മാരില്ല, അവരെല്ലാം സുരക്ഷിതരാണ്, അവർക്കറിയാം എറണാകുളത്ത് എവിടെയും ജയിക്കാൻ പോകില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സ്ഥലമെല്ലാം 2020 എന്ന് പറയുന്ന അവർക്ക് ശക്തി ഇല്ലാത്ത സ്ഥലത്ത് പോലും അവരെയൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിലപ്പുറം ഞങ്ങൾ നാണക്കേടുണ്ട്. മുമ്പ് BJPയെ തെറി പറഞ്ഞ ഒരാളാണ്, പച്ചക്ക് തെറി പറഞ്ഞ ആളാണ് ആര്? സാബു ജേക്കബ്. ഇപ്പൊ അദ്ദേഹം ഞങ്ങളെ വിഴുങ്ങിയിരിക്കുകയാണ്. അതായത് BJPയെ 2020 സാബു വിഴുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള 9 സീറ്റുകളാണ്. എറണാകുളത്ത് 14 സീറ്റിൽ 9 സീറ്റ് BJPക്കാണെന്ന് പറയുന്നത്. 2020ക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂരും കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ആപ്പാട് അവർക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒറ്റ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അല്ല, അതിൽ 2 അപകടമുണ്ട്. ഇവരുദ്ദേശിക്കുന്ന പോലെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടക്കുകയില്ല ഇലക്ഷൻ അരിത്തമെറ്റിക്സിൽ. 2020യുടെ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് സാധാരണ മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടുകൾ ഒത്തിരിയുണ്ട്. ഈ സപ്പോർട്ട് ബേസ് BJPക്ക് അനുകൂലമായി മാറ്റാൻ അത്ര എളുപ്പമല്ല 2020 വിചാരിച്ചാൽ പോലും. 2020യുടെ കാൻഡിഡേറ്റ്സിന് അവർ ചെയ്യും, പക്ഷേ BJP കാൻഡിഡേറ്റിന് അവർ വോട്ട് ചെയ്യില്ല. അതുപോലെ BJPയുടെ സാധാരണ മനുഷ്യർ, സാധാരണ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മനുഷ്യർ 2020ക്ക് സാബു ജേക്കബിന് വോട്ട് ചെയ്യണമെന്നില്ല. അല്ല, ഇന്നലെ വരെ എന്താണോ 2020 പറഞ്ഞത് അതിനെ ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് 2020 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2, BJPയുടെ ആശയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു പാർട്ടിയാണിത്. ഇന്നലെ വരെ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആൾക്കാർ ഇന്ന് 2020യുടെ രാഷ്ട്രീയമില്ലാത്ത ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഭാഗമല്ല, സ്വതന്ത്രമായി നിൽക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ എത്ര BJPക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടറിയണം. കാരണം ഒരു ഉപ്പും പിന്നെ നമ്മൾ മണ്ണെണ്ണയും വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കില്ലേ, അതേപോലെയാണ് ഇപ്പം ഇവർ തമ്മിലുള്ള കൂട്ടിച്ചേരൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2020യിലെ ആളുകൾ മാറിപ്പോണു. ഈ BJPയിലെ തണുപ്പം പ്രതികരണമാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും എറണാകുളത്തുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ. എന്തിനാ എറണാകുളം കോർപ്പറേഷൻ ഏരിയയിൽ CPM-നെക്കാളും മുന്നിലേക്ക് ചാടാനുള്ള ഒരു പരിധിവരെ എത്തിയിരുന്നവർ.
കൂടാതെ തൃപ്പൂണിത്തുറയിൽ അവർ ശക്തമായി 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനത്തുള്ള BJP വളരുന്നത് BJP ആയിട്ടാണ്, NDA ആയിട്ടാണ്. അവിടെ ഇപ്പോൾ മാറി അത് 2020 ആകുമ്പോൾ ആ വോട്ട് അവിടെ പിടിക്കാൻ കഴിയും. അവിടെ ഭയങ്കര BJPയുടെ വലിയ പ്രശ്നമാണ് നടക്കുന്നത്. BJPക്ക് എറണാകുളം ജില്ലയിലെ എ ക്ലാസ് മണ്ഡലം എന്തെങ്കിലും പറയാൻ പറ്റുമോ? കൊടുങ്ങല്ലൂര് അതേപോലെ ഏറ്റവും എ ക്ലാസ് മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവര് എത്രമാത്രം ശക്തമായുള്ള പോരാട്ടം. കോൺഗ്രസിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. അവര് 2-ാം സ്ഥാനത്താണ് അവിടെ കൊടുങ്ങല്ലൂരിൽ. 2-ാം സ്ഥാനത്താണ്. അവര് സ്ട്രോങ് ആണ് അവിടെ, നല്ല വോട്ടുണ്ട് അവിടെയാണ്. അവിടെ ഒരു ശക്തി പോലും ഇല്ല. അത് ഇവർക്കൊണ്ട് കൊടുക്കാം. 2020 കൊടുത്ത വഴി കാൽക്കീഴിൽ സാബു ജേക്കബിന്റെ കാൽക്കീഴിൽ BJPയെ കൊണ്ടുവച്ച് കൊടുത്തിരിക്കുകയാണ് എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് UDFന് കിട്ടില്ലേ? തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഈ വോട്ടുകൾ പിന്നെ പോകാനുള്ള വഴി UDF ഉള്ളൂ. UDFിലേക്ക് പോകും. അല്ല, അവര് പറയുന്നത് ഞങ്ങൾ UDFന് വോട്ട് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ നിർജീവമായി നിൽക്കല്ല, ഞങ്ങൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നു, UDFിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ അഡ്വാൻറ്റേജ് UDFന് കിട്ടുകയാണ്. ഇവിടെ ഈ ചേരാൻ പാടില്ലാതെ ചേർക്കണേ. നമ്മൾ സാബു ജേക്കബ് വളരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. സാബു ജേക്കബിന്റെ 2020 വളരണമെന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് നോക്കിയത്. ഇപ്പം അത് അദ്ദേഹം ഇതിലേക്ക് കൂട്ടി കെട്ടിയപ്പം അദ്ദേഹത്തിന്റെ ശക്തിയും പോയി, BJPന്റെ ശക്തിയും പോയി എന്നുള്ള അർത്ഥം. ഇവിടെ സംഭവിച്ചത് തെലങ്കാനയിൽ പോയി ഇൻഡസ്ട്രി തുടങ്ങിയപ്പോൾ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട ലാഭവും ഇത് തെലങ്കാനയിൽ ഉണ്ടാക്കുക. ഇവിടെ സാമൂഹികമായ അംഗീകാരം, രാഷ്ട്രീയമായ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അങ്ങനെ. ഇവിടുത്തെ യൂണിറ്റൊക്കെ പതുക്കെ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല, സാമൂഹികമായ അംഗീകാരം മതി. ആ രീതിയിലാണ് അങ്ങനെ പ്രവർത്തിച്ചത് ബിസിനസ് അവിടെ. കാരണം ഇവിടുത്തെ ലാഭം അവിടെ മറ്റെല്ലാ തരത്തിലും. അപ്പം ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുമായിട്ടാണ് അയാൾ ഇവിടെ രണ്ടാമത് 2020 കൊണ്ടുവന്നത്. ഇപ്പം തൃപ്പൂണിത്തുറ ഇലക്ഷനിലും അതുപോലെ കൊടുങ്ങല്ലൂർ ഇലക്ഷനിൽ ഏതാനും സീറ്റ് കിട്ടിയപ്പോൾ അങ്ങനെയുള്ള മോഹങ്ങൾക്ക് ലിമിറ്റിൽ പരിധിയില്ല. ഇതുപോലെ പരിധി ഇല്ലാതെ വന്ന മോഹമായിട്ട് വന്ന ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം ഏറ്റവും രസം എന്താ വെച്ചാൽ അതിന് വെച്ച സിനിമാ നടികളൊക്കെ തന്നെ വോട്ടില്ലാത്ത സിനിമാ നടികൾ, വയസ്സുമില്ല. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. ഇപ്പൊ ഏറ്റുമാനൂർ ലക്ഷ്മി നായർ, എവിടെ തൃപ്പൂണിത്തുറ അഞ്ജലി, വീണ, ഇവർക്കൊന്നും വോട്ടില്ല. ഇവർക്ക് പ്രാഥമികമായി സ്വന്തമായി വോട്ട് വേണമെന്ന് പോലും അറിയാത്ത നടികളെയാണ് ഇവര് സ്ഥാനാർത്ഥികളാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം. എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത്? തൻ്റെ അടിമകളായി അല്ല തന്നെ ചോദ്യം ചെയ്യാത്ത കുറെ കൗൺസിലർമാർ വേണം അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞാൽ മാത്രം അതുപോലെ ചലിക്കുന്നവർ വേണം. ആണുങ്ങളാണ് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമുള്ള ഒരാളായിരുന്നു. ഇവരുടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം പോരാട്ടം നടത്തി. അതിപ്പോൾ അദ്ദേഹത്തിന് ആ വീര്യമില്ല, അദ്ദേഹം ഒന്നുമല്ലാതായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ നടികളെ കൊണ്ടുവച്ചിട്ട് ഉള്ള വലിയും നലിയും കളഞ്ഞു. സാബു ജേക്കബ് അവരെ നടികളെ കൊണ്ടുവന്നു മാത്രമല്ല, മാന്യമായിട്ട് മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ളവരല്ല കൊണ്ടുവന്നത്. അത് പരിശോധിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. ഇതൊന്നും പരിശോധിക്കുന്ന തൊലിവെളുപ്പുള്ള കുറച്ച് സ്ത്രീകളെ കൊണ്ടുവച്ചാൽ അവർക്ക് നിയമങ്ങളും ബാധകമല്ല, വോട്ടേഴ്സിന്റെ മാനദണ്ഡങ്ങളും ബാധകമല്ല എന്ന് വിചാരിച്ച് കൊണ്ടുവച്ച് ആദ്യം പരിശോധിക്കേണ്ട അവർക്ക് വോട്ടുണ്ടോന്നുള്ളത്. പെരുമ്പാവൂർ പോയി, തൃപ്പൂണിത്തുറ പോയി, ഏറ്റുമാനൂർ പോയി, 4 സ്ഥലത്തെ സ്ഥാനാർത്ഥികളാണ് ഇപ്പം പറഞ്ഞു പോയത്. അത് 2020 സാധ്യതയെ BJPക്ക് നാണക്കേട് ഉണ്ടാക്കി. കാരണം തൃപ്പൂണിത്തുറയെ പോലെയുള്ള BJP ശക്തമായി വളർന്നു വരുന്ന സ്ഥലത്ത് അങ്ങനെ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പോലും ഇല്ലാതെ അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയത് വലിയ തിരിച്ചടി തന്നെയാണ്, നാണക്കേടാണ്, ലജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. സാബു ജേക്കബിന് ഇത്രയും തിരിച്ചടി വരാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹം കുറച്ചും കൂടെ സ്ട്രോങ് ആയി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ അവർക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. കുന്നത്താട് ഷോർട്ട് സീറ്റ് ആയതല്ലേ. കുന്നത്താട് BJP ഇവരും കൂടെ കൂടുമ്പോൾ ഏകദേശം. പക്ഷെ 2-4 എല്ലാ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മുമ്പ് കോലി സഖ്യം എന്ന് പറഞ്ഞിട്ട് മാധവൻകുട്ടി മത്സരിച്ച ഒരു കാര്യം നമുക്കറിയാം. അവിടെ പൊട്ടിത്തകർന്നത് നമുക്കറിയാം. വടകരയിലും ഈ സഖ്യം പരിശോധിച്ചാണ് അത് പൊട്ടിത്തകർന്നു പോയി. അതേപോലെ ഇവിടെ 2020 BJPയും കൂടി ചേർന്ന സാധനം ഒരു പരുവത്തിലായി കിടക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വീണുപോയി ഇവര് എന്നുള്ളതാണ് സത്യം. ഇനിയും പാഠം പഠിക്കേണ്ട അദ്ദേഹത്തിന്. ഒന്നാമത്തെ കാര്യം, എറണാകുളത്ത് BJPക്ക് ലീഡർഷിപ്പ് ഇല്ല. ആ ലീഡർഷിപ്പ് ഉണ്ട്. അത് പലരും ഇപ്പൊ കേട്ടത് 2020 കിട്ടാവുന്ന പൈസയും മേടിച്ച് സീറ്റെല്ലാം വിട്ടുകൊടുത്തു എന്ന് ഒരു BJPക്കാരനോട് പറഞ്ഞു. അതിന് സാധ്യതയുണ്ട്. അതായത് കിട്ടാവുന്ന പൈസ മേടിച്ചിട്ട് എന്താ വെച്ചാൽ ഇവർക്ക് ഇനി BJPയിലേക്ക് ആര് ചേരണം? 2020 BJPയിലേക്കും
എന്നിട്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുമാര് സാബു ജേക്കബ്. ഇത് എന്തോ സിഗ്നൽ അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ചില പ്രമുഖമായ നേതാക്കന്മാര്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ നേതാവ് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് ഞാൻ ക്ഷമ പറയാതിരിക്കാനും പറ്റില്ല. അദ്ദേഹം നേരത്തെ ഒരു കച്ചവടമൊക്കെ നടത്തി വലിയ പകുതി വിലയ്ക്ക് സാധനം കൊടുക്കുന്നുണ്ട്. എൻ്റെ അവിടെ ഉണ്ടായിരുന്ന മുമ്പൊരു അവതാരക അവതരിപ്പിക്കുകയും എന്നോട് ഭയങ്കര വിഷമമൊക്കെ അദ്ദേഹം എന്നോട് പറയും ചെയ്തു. അപ്പോൾ അവർ ആ അവതാരക അവിടെ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വളരെ സൗഹൃദമുള്ള ഒരാളാണ്. എന്നാലും ആ ആള് ഇതിൽ കച്ചവടം ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു വാർത്താനാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിന് ശരി തെറ്റൊന്നും എനിക്കറിയാം, ഞാൻ അന്വേഷിക്കാൻ പോകണില്ല. മത്സരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഇല്ല, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇത് ഈ ഇത്തരം ചെറിയ ചെറിയ മുന്നണികൾ ഇവിടെ ഇവർക്ക് തൊട്ട് മുമ്പിലുള്ള അനുഭവം ആം ആദ്മിയുടെ അനുഭവം ഞാൻ പറയാൻ പോണത് എന്താ വെച്ചാൽ ഈ ഇലക്ഷനോട് കൂടി 2020 BJP എറണാകുളവും നശിക്കും. എറണാകുളം അല്ല, ചുറ്റുവട്ടത്ത് കോട്ടയം ഇവിടേക്കാണല്ലോ ഉള്ളത്. അവരെ തൃശ്ശൂരും. ആം ആദ്മി പാർലമെന്റിലേക്ക് മത്സരിച്ച് എറണാകുളം പാർലമെന്റിൽ 50,000 താഴെ സീറ്റ് മേടിച്ച ആം ആദ്മി ചാലക്കുടി 25,000 മേടിച്ചു. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അല്ല, ഏറ്റവും ഇവര് വിട്ടെടുത്ത കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും ഏത് വകുപ്പിലാണ് വിട്ടെടുക്കുക? അവർക്ക് BJP-യുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് 2 സ്ഥലമാണ്. അത് ഇതോടുകൂടി തീർന്നു കിട്ടും.